എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ദുബായിലാണ് നിൽക്കുന്നത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ഓൾമോസ്റ്റ് 3 days ടിക്കറ്റ് ഫുള്ളാണ് ഇവിടെ. ടിക്കറ്റ് റേറ്റ് അറൗണ്ട് 150 ദിർഹം പെർ ഹെഡ്. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളിതാ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങളങ്ങ് സംതൃപ്തരായി. എന്തായാലും അകത്ത് കയറിയാൽ പുറത്ത് കണ്ട വളയ രൂപത്തിലുള്ള കെട്ടിടമാണോ ഇതെന്ന് നമുക്ക് സംശയം തോന്നും. ഇതിൻ്റെ ഭംഗി ഒന്നുകൂടി ഉയർത്തിക്കൊണ്ട് ക്യാപ്സ്യൂൾ ലിഫ്റ്റുകളും അതിൻ്റെ സേവനം അനുഷ്ഠിക്കുന്നു. കെട്ടിടത്തിൻ്റെ ഭിത്തിയിൽ ദുബായ് ഭരണാധികാരി അറബിക് ലിപിയിൽ എഴുതിയിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള ഒരു കവിതയുടെ കൊത്തുപണികളും കാണാം. ഈ വലിയ ഹാളിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഫ്ലൈയിങ് ഡോൾഫിനെ കാണാം. ഹീലിയം നിറച്ച ഒരു ബലൂണാണിത്. റിമോട്ട് കൺട്രോളാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. കുറച്ചങ്ങോട്ട് മാറി AI റോബോട്ടിൻ്റെ കിടിലൻ ഡാൻസും. എന്തായാലും ഇതുപോലെയൊരു നിർമ്മിതി ലോകത്ത് വേറെ ഒരിടത്തും കാണില്ലെന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. എന്ത് ചെയ്യാനാ, ദുബായ് ഫ്രെയിമിൽ പോയി അവിടെ തിരക്ക്, മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ വന്നു അവിടെയും തിരക്ക്. ഇനി എവിടെ പോകും എന്ന് ചിന്തിച്ച് നിൽക്കുക. ഇനി എവിടെ എന്താ എല്ലാരും താടിക്ക് കൈ കൊടുത്തേക്കുന്നത്? എവിടെ പോകണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇതിനടുത്തുള്ളത് ദുബായ് മാള് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ. നമ്മൾ ബുർജ് ഖലീഫയുടെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. 7 മണിയായി. ഇവിടുത്തെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ്. നമുക്ക് മുന്നോട്ട് പോവാം. രഞ്ജിച്ചേട്ടൻ പറ, എന്തൊക്കെയുണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാകുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മയോട് ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ തൊട്ടടി നിൽക്കുമ്പോ എന്ത് തോന്നുന്നു? അത്ഭുതം കണ്ടതുപോലെ. ആ കണ്ടോ? അച്ഛൻ എന്ത് തോന്നുന്നു? അടിപൊളി. വിഷ്ണുവിന് എന്ത് തോന്നുന്നു? ഒരിക്കലെങ്കിലും വന്ന് കാണണം. ആ അതെ. ദീപ്തി കറങ്ങി ഇവിടെ വന്നല്ലോ. കറങ്ങി ഇവിടെ എത്തി. ലൈറ്റ് ഷോ കണ്ടു, വാട്ടർ ഫൗണ്ടൻ കണ്ടു, എല്ലാരെയും കണ്ടു. അവരെ അവിടെ ഇരുത്തിയേക്കുന്നു. ആരെയാ കണ്ടേ? ഒരു ക്ഷീണിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ക്ഷീണിച്ചവശരായിരിക്കുന്ന ഗുരുജനങ്ങളെ ഫോട്ടോഗ്രാഫിയിലിരിക്കുന്ന വിഷ്ണുക്കെ ഒരു പണിയില്ലാതെ വ്ലോഗിനിറങ്ങിയ ദീപ്തി. എല്ലായിടത്തും ലൈറ്റുകളൊക്കെ മിന്നി തുടങ്ങിയിട്ടുണ്ട്.
ലേക്ക് റൈഡ് ഉണ്ട്. ഇവിടെ ഭയങ്കര ക്യൂ ആണ്, അതുകൊണ്ട് നമുക്ക് പോവാം. നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. നല്ല ചിക്കൻ മന്തിയും ഗ്രിൽഡ് ചിക്കനും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഫൈനലി എൻ്റെ ഫേവറേറ്റ് കുനാഫ വാങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഓടുവാന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു?